ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു BBC-യിലുണ്ടായ മത തീവ്രവാദികളുടെ അതിനകത്ത് എഡിറ്റോറിയലിനകത്ത് കയറി വന്നത്. അതിനെപ്പറ്റിയൊരു ഹമാസിന് അനുകൂലമായൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അത് ബ്രിട്ടനിൽ വലിയ ഇഷ്യൂ ആയി മാറി. അവിടെ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ MPs-ഉം സീനിയർ ലീഡേഴ്സും കൺസർവേറ്റീവ് പാർട്ടിയും റിഫോംസ് പാർട്ടി, ടോറി പാർട്ടി, അങ്ങനെ പല ആൾക്കാരും, ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസ് മാത്രമല്ല അവരുടെ സീനിയറായിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സ് വരെ ഇതിനെ അതിരൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചേക്കുന്നത്. ഇപ്പോൾ പുതിയൊരു വാർത്ത പൊങ്ങി വന്നു. അതായത് താലിബാനിൽ മാത്രമാണ് ഒരു ഇൻ്റർനാഷണൽ റേഡിയോ, അതായത് BBC, കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പെർഷ്യൻ ഭാഷയിലും പഷ്തൂൺ ഭാഷയിലും ഏകദേശം 3ഓളം ഭാഷയിൽ. അപ്പോൾ ഇത് റേഡിയോയുടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷവും ബ്രിട്ടൻ അവർക്ക് കൊടുക്കേണ്ടത്, അതായത് BBC അവർക്ക് കൊടുക്കേണ്ടത് ഏകദേശം 1 മില്യൺ പൗണ്ടിന് മുകളിലാണ് ഈ താലിബാന് കൊടുക്കേണ്ടത് ഈ പണം. അതായത് ലൈസൻസ് ഫീസ്, പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഫീസ്, പിന്നെ അവരുടെ ബ്രോഡ്കാസ്റ്റ് അതിൻ്റെ ഫീസ്. ഇതെല്ലാം കൂടെ വീണ്ടും വാർത്തയായി. ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ആദ്യം ഇത് ബ്രിട്ടനിലുള്ള ടെലഗ്രാഫ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ബ്രിട്ടീഷ് മാധ്യമങ്ങളെല്ലാം ഇത് കയറി അങ്ങ് റിപ്പോർട്ട് ചെയ്തു. ഇത് ഗ്ലോബൽ വാർത്തയായി മാറി. എന്താണ് ഈ സംഭവം? അതായത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ താലിബാൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. ബ്രിട്ടൻ അതിൻ്റെ മുകളിൽ സാങ്ഷൻ, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധമുണ്ട്, പല രാജ്യങ്ങളിലും ഉപരോധമുണ്ട്. അവിടെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പണം എടുത്ത് ഇതേപോലെ ഒരു റേഡിയോയുടെ ഓപ്പറേറ്റ്, ആ റേഡിയോയ്ക്കകത്ത് പറയുന്ന സംഭവങ്ങളാണ് ഏറ്റവും തമാശ. അപ്പം അതിനെപ്പറ്റി വാർത്ത വരികയാണ്. അതായത് ഖുറാൻ പഠിപ്പിക്കുന്ന സംഭവം BBC-ക്കകത്ത് വരുന്നു. അതായത് അവിടെയുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് ഇസ്ലാമിക രീതിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. BBC-യുടെ കാര്യം പറയുന്നത്. അപ്പം വല്ലാത്ത രീതിയിൽ ഇസ്ലാമിക രീതിയിലും മതതീവ്രതയും മതഭീകരവാദവും അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ബ്രിട്ടൻ്റെ ഈ കാബൂൾ ബേസ്ഡ് റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയേക്കുന്നത്. വളരെ വർഷക്കാലമുണ്ട്. ഇപ്പോഴാണ് ഇത് പുതിയ ഇഷ്യൂ ആയി മാറിയത്. ഹമാസിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി ഇറക്കിയ ശേഷം അതിന് 2 ദിവസം മുമ്പ് ബ്രിട്ടീഷ് കപ്പിൾ, ഭാര്യയും ഭർത്താവ്, അവിടെ കാബൂളിൽ അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു NGO നടത്തുക, ബ്രിട്ടീഷ് സിറ്റിസണാണ്. അപ്പം അവരെ ഈ ഇടയ്ക്ക് ഇവർ കയറി അങ്ങ് അറസ്റ്റ് ചെയ്തു, താലിബാൻ പോയി. കാരണം അവരുടെ കസ്റ്റഡി കിടക്കുകയാണ്. അപ്പം അതോടുകൂടിയാണ് ഇഷ്യൂ അങ്ങ് മാറിയത്. ഇപ്പോഴതിന് പുതിയ ഓരോ കാര്യങ്ങളും വെളിച്ചത്ത് വരുന്നു. ആരാണ് ഈ താലിബാന് ഇതേപോലെ പണം കൊടുക്കാൻ ഏർപ്പാടാക്കിയത്? അതിനെപ്പറ്റി ബ്രിട്ടീഷ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണ് ഹമാസിൻ്റെ കാര്യത്തിലും ഈ താലിബാനിലും പണം കൊടുത്തതിനെ പറ്റി പറയുന്നത്. ആരാണ് ഇതിന് ഓർഡർ ചെയ്തത്? അപ്പോൾ ഏത് സീനിയറായിട്ടുള്ള എഡിറ്റോറിയൽ സ്റ്റാഫാണ് ഇതിന് അംഗീകാരം കൊടുക്കുക? കാരണം എങ്ങനെയാണ് ഒരു BBC എന്ന് പറയുന്ന ബ്രിട്ടനിലൊരു സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ്, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്, പൂർണ്ണമായിട്ടും ഇസ്ലാമിക രീതിയിൽ പോകണമെന്നുള്ള ടീച്ചിങ്, എങ്ങനെയാണ് BBC-യുടെ ഈ പറയുന്ന ഭാഷയിലുള്ള സംഭവങ്ങൾ കൊടുക്കാൻ പറ്റിയത്? അതായത് സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറി. ഇപ്പം ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസ് മാത്രമൊന്നുമല്ല, അമേരിക്കൻ പൊളിറ്റീഷ്യൻസ് കയറി ഇടപെടാൻ തുടങ്ങി. ഏത് രീതിയിലാണ് അഫ്ഗാനിസ്ഥാനിൽ മാറ്റം കൊണ്ടുവരുന്നത്? അതായത് പൂർണ്ണമായിട്ടും ടെററൈസ് ചെയ്യുന്ന താലിബാൻ രീതി, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയേ വേണ്ട, സ്ത്രീകൾ മുഴുവൻ ഈ ചാക്കിനകത്ത് നടക്കണം. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഈ പഷ്തൂനിലും പല ഭാഷയിലും വന്ന സംഭവത്തിൻ്റെ കോട്ടുകൾ ഉൾപ്പെടെയാണ് പത്രങ്ങളിൽ വന്നേക്കുന്നത്. അതായത് BBC-ക്കെതിരെ വൻ രീതിയിലുള്ള പ്രതിഷേധമാണ് ബ്രിട്ടനിലുണ്ടായിരുന്നത്. ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി, അവരുടെ ടാക്സ് പണിയെടുത്ത് നിങ്ങൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? അപ്പം നോക്കിക്കഴിയുമ്പോൾ പല ആൾക്കാരുടെ പേര് വരുന്നുണ്ട്. അതിനകത്ത് കടന്നുകൂടിയ മത തീവ്രതയും മതഭീകരവാദികളും BBC-ക്ക് അവരാണ് തീരുമാനമെടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നോർമലായിട്ടൊരു ജേർണലിസ്റ്റ് തീരുമാനമെടുക്കാൻ പറ്റൂ ഇതേപോലെയുള്ള സാധനങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്? അതും പാകിസ്ഥാനിൽ നിന്ന് അവിടെ കുടിയേറിയ ആൾക്കാർ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പഴയ കുടിയേറിയ ആൾക്കാരും, ഇവരൊക്കെ ജേർണലിസ്റ്റായിട്ട് അവർ ചെയ്യുന്ന പരിപാടികളാണ്. അതാണ് ഞാൻ പറഞ്ഞ BBC എന്ന് പറയുന്നത് ഒരു പക്കാ സുഡാപ്പി ചാനലായിട്ട് മാറി. ഹമാസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലല്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലല്ല,
താലിബാനെ വരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് BBC എന്ന് പറഞ്ഞ ചാനൽ മാറി. ഇന്ത്യ ഗവൺമെൻറ് ഇവരെ അടച്ചുപൂട്ടി റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ കുറച്ച് ലിബറൽ ആൾക്കാർ വലിയ പ്രശ്നമായിരുന്നു. ഇന്ത്യക്കെതിരെ നിങ്ങൾക്കറിയാം ഒരു വീഡിയോ ഇവർ ചെയ്തു, കാരണം ഡോക്യുമെൻ്ററി ചെയ്തു. ഇന്ത്യാസ് ഡോട്ടർ എന്നും പറഞ്ഞുകൊണ്ട് ആ ജയിലിൽ കിടക്കുന്ന ഇന്ത്യൻ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച ആൾക്കാരെ പറ്റി. അന്ന് ആ ഡോക്യുമെൻ്ററി ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ലിബറൽ ആൾക്കാർ വലിയ പ്രശ്നമായിരുന്നു. BBC ഇന്ത്യ താറടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ സംഭവം. കാരണം ഇന്ത്യ സ്ഥിരമായിട്ട് നടക്കുന്ന രീതിയിൽ അത് BBCയുടെ അജണ്ടയുടെ ഭാഗം. ആരായതിൻ്റെ കാര്യം? അതിനകത്ത് കയറിയിരിക്കുന്ന പല സുഡാപ്പികളുണ്ട്. അപ്പം അതേപോലെ തന്നെ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. അത് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന BBC റേഡിയോ ചാനൽ കാബൂളിൽ നിന്ന് പ്രവർത്തിക്കുന്ന അവർ ദിവസം കൊടുക്കുന്ന അത് ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സംഭവത്തിനകത്ത് എന്താ പറയുന്നത്? ഇസ്ലാമിക രീതി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ചോളാം, അതിൽ തെറ്റൊന്നുമില്ല. അത് പഠിപ്പിക്കുന്ന ഖുറാൻ സംഭവങ്ങളാണ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്. BBC എന്ന് പറഞ്ഞ് എത്ര ക്രെഡിബിളായിട്ടുള്ള ചാനൽ എവിടുന്ന് എങ്ങോട്ടാണ് പോയത്? അത് അൽ ജസീറയേക്കാളും മോശമായിട്ട് മാറി. അതിൻ്റെ കാര്യം എന്തു? കാരണം ശരിക്കും ഡിറ്റർമൈൻ ചെയ്ത് വളരെയധികം വലിയ ഗൂഢാലോചന നടത്തി അതിനകത്ത് കയറി പറ്റിയവരാണ്. പല അതിൻ്റെ സീനിയർ ആൾക്കാരും പല രീതിയിലും അത് വിട്ടങ്ങ് പോയി. എനിക്കറിയുന്നൊരു ടിം സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പുള്ളി റിസൈൻ ചെയ്തിട്ട് വേറെ ഏതോ രാജ്യത്ത് പോയി. കാരണം അയാളൊരു ഫെയർ ജേർണലിസ്റ്റാണ്. കാരണം അയാൾ ഡൽഹിയിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ വളരെ സീനിയറായിട്ടുള്ള ന്യൂസ് പ്രൊഡ്യൂസേഴ്സും എഡിറ്റോറിയൽ സ്റ്റാഫും ഇതിനകത്ത് ഈ സുഡാപ്പിസം മത തീവ്രത കയറും പലരും വിട്ടങ്ങ് പോയി. അതായത് ഏറ്റവും ആ BBCയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം മോശമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ എടുത്ത് കോപ്പി എടുത്ത് കേരളത്തിൽ പല ചാനലും അടിച്ചങ്ങ് വിടുക, മുഴുവനും പ്രൊപ്പഗേറ്റ് ചെയ്ത് വലിയ ഗൂഢാലോചന ഭാഗമായിട്ടുണ്ടാക്കുന്ന സാധനമാണ്. ഇതാണ് ഭയങ്കര സംഭവം അടിച്ചങ്ങ് വിടുക. ഇപ്പം താലിബാൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായി, അതായത് കൺട്രോൾ ചെയ്യുന്നത് മറ്റാരോ ശക്തികളാണ്. അവർ പണം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അവിടെ ജനങ്ങളുടെ ടാക്സ് എടുത്തിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയിൽ ഓരോ സംഭവങ്ങളുണ്ടാക്കി റേഡിയോ കൂടെ പ്രക്ഷേപണം ചെയ്യാൻ പറ്റൂ. അതിനകത്ത് ഇത് പോകാനുണ്ടായ കാരണം 2 ബ്രിട്ടീഷ് കപ്പിൾസിന് 2 ദിവസം മുമ്പ് താലിബാൻ അറസ്റ്റ് ചെയ്തപ്പോൾ ഇഷ്യൂ ആയ കാര്യം മാറി. അപ്പോൾ ഈ ബ്രിട്ടൻ BBCന് അവിടുത്തെ ആൾക്കാർ കൊടുക്കുന്ന ന്യായീകരണം എന്താ? അവർ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളാണ് നടത്തിയത്. എഡ്യൂക്കേഷൻ ക്ലാസ് സ്വാതന്ത്ര്യം കൊടുക്കരുത്. അപ്പം എവിടെ നിന്ന് എങ്ങോട്ടാണ് ബ്രിട്ടൻ്റെ പോക്ക്? ഇതാണ് ചോദ്യം വരുന്നത്. അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം എന്തായിരുന്നു, അവരുടെ BBC എന്തായിരുന്നു, അവരുടെ ജേർണലിസം എന്തായിരുന്നു, മുഴുവനും തകർത്ത് നാശമാക്കി. ഈ ഉള്ള സുഡാപ്പികൾ മുഴുവൻ അതിൻ്റെ അകത്തങ്ങ് കയറി. എന്നിട്ട് അതിനെ അങ്ങ് പാർവതീകരിച്ച് അതിനെ അങ്ങ് വിശുദ്ധരാക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ഇതിനെപ്പറ്റി അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിനെ കൊണ്ട് അന്വേഷണം ആരംഭിക്കാൻ ആരാണ് ഇതേപോലെയുള്ള എഡിറ്റോറിയലിന് അനുമതി കൊടുത്തത്, ആരൊക്കെയാണ് തീരുമാനത്തിൽ സൈൻ ചെയ്തത്? കാരണം ഉറപ്പായിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വരും. അപ്പോൾ പല തലകളും തെറിക്കും. അതായത് ബ്രിട്ടനിൽ ഈ ഉണ്ടാകാൻ പോകുന്ന BBCക്കകത്ത് വലിയ മാറ്റം തന്നെ അടുത്ത സമയത്ത് ഉണ്ടാകാൻ പോയി. കാരണം അവിടുത്തെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഭരണകക്ഷിയിലുള്ളവരാണെങ്കിലും അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ മേക്കേഴ്സും വളരെ ശക്തമായ രീതിയിലാണ് ആക്രമിച്ചിരിക്കുന്നത്. കാരണം അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടാക്സ് പണി എടുത്ത് ഇതേപോലെ ഓർഗനൈസേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, ഇതേപോലുള്ള വാർത്ത പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ മുഴുവൻ ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും മുഴുവനും നശിപ്പിക്കുന്നതായിട്ടാണ് ഓരോ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BBCക്ക് ആവശ്യമായിരുന്നു. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ നടക്കുന്ന തെറ്റായ വാർത്തകൾ, തെറ്റായ പ്രൊപ്പഗണ്ട, തെറ്റായ രീതിയിൽ ഇതിന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക, അതായത് തീവ്രവാദത്തെ അനുകൂലിക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോകുന്ന രീതി, ഇതൊക്കെ ഒരു മാറ്റം ആവശ്യമാണ്. ഇതിൻ്റെ തുടക്കം BBC തുടങ്ങുകയാണെങ്കിൽ ലോകം മുഴുവൻ വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം ഇതിനകത്ത് നുഴഞ്ഞുകൂടി ഇരിക്കുന്നവരെ പുറത്ത് ചാടിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ.